അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ നമ്മളൊരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പെങ്ങൾ പ്രസവിച്ചു, ഞാനാ ചെവിയിൽ ബാങ്ക് ഇഖാമത്തൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒരു കാര്യം ആലോചിച്ചു. നമ്മൾ വഹാബികളുണ്ടല്ലോ, അവരാണ് എന്നോട് ഈ വിഷയം പറയുന്നത് എങ്കിൽ എന്നെ ആകെ അത്ഭുതപ്പെടുത്തുമായിരുന്നു. കാരണം വഹാബികൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അവർ ചെവിയിൽ ബാങ്കോ ഇഖാമത്തോ കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ എനിക്ക് അറിവില്ല. പക്ഷെ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ആ സംശയം ഒന്ന്, അതായത് വഹാബികൾ പ്രസവിച്ചാൽ കുട്ടികളുടെ ചെവിയിൽ ബാങ്കോ ഇഖാമത്തോ കൊടുക്കലുണ്ടോ ഇല്ല എന്നുള്ള എൻ്റെ ആ ഒരു സംശയം ഒന്ന് നിങ്ങൾ തീർത്ത് തന്നാലും. അങ്ങനെ സംശയം ചോദിക്കാൻ കാരണമുണ്ട് കേട്ടോ. സുന്നികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്, യഥാർത്ഥ സുന്നികൾ പ്രസവിച്ചാൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കലാണ് പതിവ്. അതാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതും സ്വഹാബത്തും ഇമാമികളും അതുപോലെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നതും. അതാണ് പാരമ്പര്യ മുസ്ലിമീങ്ങളും സുന്നികളും ചെയ്തു വരുന്നതും. എന്നാൽ നമ്മളെ വഹാബികൾ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പല ഗ്രൂപ്പുണ്ട്. ഇനി ഒരു ഗ്രൂപ്പിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള പല മൗലവിമാരുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഒരു വഹാബി എങ്ങാനും എന്നോട് കുട്ടി പ്രസവിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാങ്കിനെയും ഇഖാമത്തിനെയും പറ്റി എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ അയാളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തീരുമാനമില്ല. അപ്പോൾ അതിങ്ങനെ വീഡിയോയിൽ വന്ന് ചോദിച്ചാൽ നമ്മളെ കമൻ്റ് എടുത്ത കുറേ വഹാബികളുണ്ടല്ലോ, അവരൊരു തീരുമാനം പറഞ്ഞു തരും എന്ന് നിൽക്കാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ചോദിക്കാനുള്ള കാരണം വഹാബികൾക്ക് ഒരു കുട്ടി പ്രസവിച്ചാൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ പലർക്കും പല നിലപാടാണ്. അതായത് ബാങ്കും ഇഖാമത്തും കൊടുക്കണോ വേണ്ടേ, ഇനി ബാങ്ക് മാത്രമാണോ കൊടുക്കേണ്ടത്, അല്ല ഇഖാമത്ത് മാത്രമാണോ, അല്ല രണ്ടും വേണ്ടേ, അല്ല രണ്ടും സുന്നത്താണോ എന്ന കാര്യത്തിൽ വഹാബികൾക്കൊരു തീരുമാനവും ഇല്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ വന്നതിൻ്റെ ഉദ്ദേശം, എന്നോട് ഏതെങ്കിലും ഒരു വഹാബി ഈ സംശയം ചോദിച്ചാൽ ഞാൻ ആ വഹാബിക്ക് സംശയം തീർത്ത് കൊടുക്കണമല്ലോ. സുന്നികളാരും നമ്മളോട് ചോദിക്കില്ല, ചോദിച്ചാൽ തന്നെ അവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായ വിവരവും ഇൽമും ഉണ്ട്. അത് നമ്മളെ ഉസ്താദ്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കറിയത് സുന്നത്താണ്, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് എന്നൊക്കെ. പക്ഷെ ഒരു വഹാബി എന്നോട് ചോദിച്ചാൽ അയാളോടൊരു സമാധാനം പറയണ്ടേ. അതുകൊണ്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന ഏതെങ്കിലും ഒരു നല്ലൊരു വഹാബി നല്ലൊരു മറുപടി തന്നാൽ, ഏതെങ്കിലും വഹാബി എന്നോട് ചോദിച്ചാൽ എനിക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെയാണ് വഹാബി അണികൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് എനിക്ക് ധൈര്യമായി പറഞ്ഞു കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വഹാബി, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വഹാബി ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ബാങ്കും ഇഖാമത്തും കൊടുക്കലുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു തരണം. കാരണം കാലങ്ങളായി അല്ലെങ്കിൽ പാരമ്പര്യമായി ചെയ്തു വരുന്നത് ബാങ്കും ഇഖാമത്തും കൊടുക്കലാണ്. അതാണ് പതിവ്, അതാണ് ഒരു മുസ്ലിമിന്റെ പതിവ്. ഒരു മുസ്ലിം അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് അമുസ്ലിമീങ്ങൾക്ക് പോലും അറിയാവുന്ന വസ്തുതയാണ്. അതാണ് യാഥാർത്ഥ്യവും. എന്നാലും ഞാൻ ഇങ്ങനെ വീഡിയോയിൽ വരാനുള്ള കാരണം, കുറച്ച് മുമ്പാണല്ലോ കാസർഗോഡ് നമ്മളെ ഹുസൈൻ സലഫിന്റെ ടീം സമ്മേളനമൊക്കെ വെച്ച, നമ്മളെ സുന്നികൾക്കെതിരെ സമ്മേളനമൊക്കെ വെച്ച്, എന്നിട്ട് കാര്യമായിട്ട് വലിയ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തവരെ സമ്മേളനമായിരുന്നു. എന്നിട്ട് അതിനേക്കാളും വൈറലായി ആ പ്രസംഗം. കാരണം എന്താ, അവിടെ ഒരു മൗലവി ഉണ്ടായിരുന്നു. ആ മൗലവിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. അദ്ദേഹത്തിനൊന്ന് വൈറലാണോ, അല്ലെങ്കിൽ അതേ ഒരു സംഭവമാണോ? ഇത്ര കാലം ഈ മാല മൗലൂദ് പാടില്ല, അത് മെച്ചത്തോതാൻ പാടില്ല, ഓരോ വിവരക്കേട് ഇങ്ങനെ അതൊന്നും പണ്ടത്തെ പോലെ ഇപ്പോൾ വില പോകുന്നില്ല. അതൊക്കെ കാലങ്ങളായി അവർ പറഞ്ഞു വരുന്നതാണ്. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു പുതിയൊരു വിവരക്കേട് പറയാം, എന്നാലൊന്ന് ക്ലച്ച് പിടിച്ചാലോ. അങ്ങനെ മൗലവി ആലോചിച്ചിട്ട് പറഞ്ഞു, എന്ത്, പ്രസവിച്ചാൽ ആ പ്രസവത്തിന്റെ ഭാഗം ഞാൻ ഒന്ന് കൽപ്പിച്ചു തരാം, എന്നിട്ട് ബാക്കി പറയാം. മൗലവിന്റെ ഡയലോഗ്, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി പിറന്നാൽ നാം എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അത് നമ്മളെ സാറമ്മ സിസ്റ്റർക്ക് അറിയാം, രാധാമണി സിസ്റ്റർക്ക് അറിയാം, ഫാത്തിമ സിസ്റ്റർക്കും അറിയാം. മാപ്പിള ആരാണെങ്കിൽ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കും, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കും. നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഈ ദീനിന്റെ പ്രമാണങ്ങളിലേക്ക് നാം തട്ടിച്ചു നോക്കുമ്പോൾ, ബഹുമാനപ്പെട്ട ഞാൻ അങ്ങോട്ട് തട്ടിച്ചു നോക്കിയതാ, എന്റെ ഉസ്താദ് തട്ടിച്ചു നോക്കിയതാ, അവിടെ പ്രശ്നമല്ല. ഇനി എന്റെ പ്രസ്ഥാനത്തിന്റെ പൂർവികരെങ്ങനെ തട്ടിച്ചു നോക്കി, അതും പ്രശ്നമല്ല. ഇനി മുസ്ലിം ഉമ്മത്തിന്റെ പൂർവികരായ സലഫുകൾ എങ്ങനെ തട്ടിച്ചു നോക്കി, അതും പ്രശ്നമല്ല. ബഹുമാനപ്പെട്ട ഞാൻ ബാളെടുത്താണ് വെളിച്ചപ്പാടാകുകയാണ്. അനാചാരങ്ങളാ, പക്ഷേ കാലങ്ങളുടെ പടക്കമുണ്ട് ഈ അനാചാരങ്ങൾക്ക്. അങ്ങനെയാണ് ഇസ്ലാമിൽ ഒരു 14 നൂറ്റാണ്ടിന്റെ പഴക്കൊക്കെ ചുരുങ്ങിയതുണ്ടാവും. കാരണം ഇത് ഇസ്ലാമാണ്.
എന്നാൽ നമുക്കെല്ലാ വിഷയവും പഴക്കമുള്ളതാ. വഹാബിയാക്ക് അങ്ങനെയല്ല, ഇടക്കിടക്ക് അപ്ഡേഷൻ വേണം. നമ്മളൊരു കൊല്ലം തികയുമ്പോൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കല് അക്കൊല്ലത്തെ കലണ്ടറാ. ആണി അവിടെ തന്നെ വെക്കും, അടുത്ത കൊല്ലത്തത് അവിടെ തന്നെ തൂക്കാലോ കലണ്ടർ വിചാരിച്ചിട്ട്. എന്നാൽ വഹാബിയാക്ക് ഒരു 4 ആഴ്ച കൂടുമ്പോൾ ചുരുങ്ങിയത് പഠിച്ചോനെ പറ്റി ഒരു പുതിയ അപ്ഡേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ദഹനക്കേടാ. അതാണ് ഈ ആധാർ കാർഡുമായി എല്ലാ വിവരവും ലിങ്ക് ആക്കണം എന്നൊക്കെ ഉള്ള വാർത്ത വന്നപ്പോൾ ഒരു വിരുദ്ധൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു, ഈ വഹാബികളെ തൗഹീദൊക്കെ ആ ആധാർ കാർഡായിട്ട് ഒന്ന് ലിങ്ക് ആക്കിയാല് ഇനി മാറ്റിയാണെങ്കിൽ മോഡി ആക്കി അയച്ചോളൂ. അപ്പൊ സഹോദരന്മാരെ, ഇവർക്ക് ഇങ്ങനെ മാറ്റണം, വെറൈറ്റി വേണം. എന്തെങ്കിലും ഒന്ന് മാറ്റി പറഞ്ഞാവും വലിയ മഹാനാവും. ആചാരങ്ങളായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, പ്രചരിക്കപ്പെട്ടിരിക്കുന്നു, അതിന് പ്രചണ്ഡമായ പ്രചാരണം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ആ രംഗത്ത് നമ്മൾ ദീനെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഞാൻ ദീനെടുത്ത് പരിശോധിക്കുക. എന്റെ ഉസ്താദോ ഈ ചെങ്ങായിന്റെ ചോട്ടിൽ ബാപ്പ വാങ്ങിക്കൊടുത്തിക്കണേ. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ ഈ പ്രസംഗിക്കാൻ പോണീന്റെ ഒരാഴ്ച മുമ്പെങ്ങാനും പമ്പർന്നോള് പ്രസവിച്ചിക്കണമെങ്കിൽ അക്കുട്ടിന്റെ ചോട്ടിലുമ്പം വാങ്ങിക്കൊടുത്തേക്കും. ഇത് പിന്നെ കിട്ടിയ കടലാസിലുള്ളത് അപ്പ പറഞ്ഞതാ ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടി പിറന്നാൽ ആദ്യം നാം ചെയ്യുന്നത് കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്. ഒരു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു, ഒരു ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുന്നു. എന്താണ് ഇതിന്റെ ഇസ്ലാമികമായ ഈ വിഷയത്തിലുള്ള ശരിതെറ്റുകൾ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതിന്റെ ശരിതെറ്റുകൾ, റസൂലിൽ നിന്ന് നിങ്ങൾ പഠിക്കും. ഹദീസുകൾ നിങ്ങൾ പരിധി നോക്കിൻ. ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ദുർബലമാണ്. മുസ്ലിം ലോകത്ത് തർക്കമില്ല, മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ തർക്കമില്ല, നാളിതുവരെയായി വഹാബികൾക്കിടയിൽ പോലും തർക്കമില്ലാത്ത വിഷയങ്ങള് ഓരോ ദിവസങ്ങളിലും ഈ സമുദായത്തിന്റെ വിശ്വാസകർമ്മങ്ങളിൽ അനാവശ്യമായ തർക്കം കൊണ്ടുവന്ന് ഈ സമുദായത്തിന്റെ നെഞ്ചകം പിളർത്തുമ്പോ ഉത്തരവാദപ്പെട്ട ആലിമീങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമോ? ഉത്തരവാദപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുമോ? ഇതൊന്നും സംഘടനാ വിരോധം കൊണ്ട് പറയുന്നതല്ല, ആരെയും സംഘടനയിൽ ചേർക്കാൻ വേണ്ടി പറയുന്നതുമല്ല. ഇസ്ലാമായി നിലനിൽക്കാൻ പറയുന്നതാണ്. ഒരു മുസ്ലിമായി മരിച്ചു പോകാൻ വേണ്ടി പറയുന്നതാണ്. കേട്ടല്ലേ സുഹൃത്തുക്കളെ, എന്താണ് ആ മൗലവി പറഞ്ഞത്? ഇത് അനാചാരമാണ്, കാലങ്ങളുടെ പഴക്കമുണ്ട്, ഇതിന് ഇസ്ലാമിൽ തെളിവില്ല, ദീനിൽ തെളിവില്ല എന്നൊക്കെ എന്തൊക്കെയോ തട്ടിവിട്ടതാണ്. അപ്പോ ആകെ പ്രശ്നമായി. നമ്മളെ വഹാബികളല്ല, വഹാബികൾ ഈ മാല പാടില്ല, മൗലൂദ് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ വഹാബികൾ തന്നെ അത് ശരിയാണ് ഒക്കെ അംഗീകരിച്ചിരുന്നു. പക്ഷേ കുട്ടി ജനിച്ചാൽ ബാങ്കിക്കാമത്ത് കൊടുക്കണം വേണ്ട. മൗലവി എന്താ ഈ പറയുന്നത്? ആകെ വഹാബികൾക്കിടയിൽ തന്നെ വസ്വാസായി. അങ്ങനെ എല്ലാവരെയും മറ്റേ ഫൈസൽ മൗലവി ടീം എല്ലാവരും ആകെ ഭ്രാന്താക്കി. എന്താ പറയുന്നത്? മുസ്ലിങ്ങൾക്ക് പോലും അറിയാലോ, ഒരു കുട്ടി ജനിച്ചാൽ ബാങ്ക് കൊടുക്കണം, ഇക്കാമത്ത് കൊടുക്കണം എന്നൊക്കെ അറിയാം. പിന്നെന്താ ഇയാൾ പറയാന്ന്? ആകെ പ്രശ്നത്തിലായി. അങ്ങനെ എല്ലാവരും കൂടി നമ്മളെ ഫൈസൽ മൗലവിനെ ആകെ ചൂടാക്കി. അങ്ങനെ ഫൈസൽ മൗലവി ഗതി കെട്ടിട്ട് വീഡിയോയിലൊക്കെ വന്ന് കാസർഗോഡ് പ്രശ്നിച്ച ആ വ്യക്തിക്ക് ആവശ്യത്തിൽ വലിയ ഇൽമില്ല, അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചതാണ് അദ്ദേഹം ഫൈസൽ മൗലവി പറയുന്നുണ്ട്. ആ പറഞ്ഞ ഹദീസുമായി പല ചർച്ചകളുണ്ടല്ലോ, ഈ ഹദീസുമായി പല ചർച്ചകളുണ്ടെങ്കിലും ഇതുവരെ അത് അനാചാരമാണ്, പുത്തൻവാദമാണെന്ന് വഹാബികളുടെ നേതാക്കൾ പോലും പറഞ്ഞിട്ടില്ല എന്നാണ് ഫൈസൽ മൗലവി ആ വീഡിയോയിൽ വന്ന് സമർത്ഥിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വഹാബികളെ സുന്നത്തില്ലെന്നോ അങ്ങനെ ഒരു വാദം പറയുന്നില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു ദയനീയ രംഗമാണ് നാം കണ്ടത്. എന്നിട്ട് ഫൈസൽ മൗലവി നമ്മളെ കാസർഗോഡ് ആ മൗലവിക്ക് തെറ്റ് സംഭവിച്ചതാണ്, പിഴവ് സംഭവിച്ചതാണ് എന്നൊക്കെയാണ് പറഞ്ഞ് ഒപ്പിച്ചത്. ആദ്യകാലം മുതൽ ഇതുവരെയുമുള്ള പണ്ഡിതന്മാരൊക്കെ മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്വീകരിച്ചു പോകുന്നത് അത് സ്വഹീ അല്ല എന്ന് പറഞ്ഞവർ പോലും എന്നാലും അത് ഒരു ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പൊതുവെ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ രൂപത്തിലേക്ക് അതിനാരും പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം അടക്കമുള്ളവരൊക്കെ ഇത് പരാമർശിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിമിന് ഗ്രന്ഥമുണ്ട്, പിന്നെ തുഹ്ഫത്തുൽ മൗലൂദ് ഫി അഹ്കാമിൽ മൗലൂദ് എന്ന പേരിൽ ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട മൊത്തം കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം എഴുതിയ ഗ്രന്ഥമാണത്. അവർക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് തുഹ്ഫത്തുൽ മൗലൂദ്, സ്നേഹ സമ്മാനം ഫി അഹ്കാമിൽ മൗലൂദ്, കുട്ടിയുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളിലുള്ള സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടി ജനിച്ചത് മുതലുള്ള ഓരോ ഘട്ടവും ചെയ്യേണ്ട മൊത്തം കാര്യങ്ങളെ തെളിവ് സ്ഥാനത്ത് ചർച്ച ചെയ്ത ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മൗലൂദ്. ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ, ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ, അതേപോലെ വ്യത്യസ്തമായ പണ്ഡിതന്മാർ അവരൊക്കെ ഗ്രന്ഥങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ബിദ്അത്താണ് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞുതരാം, അനാചാരമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ
സ്ഥിരപ്പെട്ടതല്ല എന്ന് പറഞ്ഞവർ അത് പ്രകാരം അമൽ ചെയ്യാവതല്ല, സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞവർ അത് പ്രകാരം അമൽ ചെയ്യാം എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് തന്നെ ഏറി വന്നാൽ നമുക്ക് ഹദീസ് ദുർബലമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്ത് സുന്നത്തില്ല എന്ന് പറയാം. സുന്നത്താണ് എന്ന് പറയാൻ മാത്രം നമുക്ക് വകുപ്പില്ല. എന്നാൽ ചെയ്യൽ തെറ്റാണോ വിദഅത്താണോ വെച്ചാൽ അല്ല. കാസർഗോഡ് സംസാരത്തിൽ വെച്ചാൽ അദ്ദേഹത്തിന് സൂക്ഷ്മത കുറവാണോ, അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള ഗ്രാഹ്യത കുറവാണോ എന്നറിയില്ല. അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് അനാചാരമാണ് എന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചത്. അത് സൂക്ഷ്മത കുറവ് തന്നെയാണ്. ആ പദപ്രയോഗം ഒഴിവാക്കേണ്ടതാണ്, അങ്ങനെ പറയാവതല്ല. നിർപ്പതത്തിലേക്ക് മുമ്പ് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്, അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. നിർപ്പത്തിൽ ലേഖനം വന്നപ്പോഴും ഈ ഹദീസിന് സ്വീകാര്യതയിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ അത് നല്ല കാര്യമാണ് എന്ന രൂപത്തിലാണ് അവിടെ അത് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അനാചാരമായി നമുക്കതിനെ അങ്ങനെ മുദ്രകുത്തി ബിദഅത്താണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്ന, സാധാരണ മറ്റു ബിദഅത്തുകൾ എണ്ണുന്ന പോലെ ഇതൊരു ബിദഅത്തായി എണ്ണി പറയേണ്ട കാര്യം അതിന് മാത്രം ഒരിക്കലും ഇല്ല. സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതും അങ്ങനെ ചർച്ചയാക്കി ഒന്നാകെ ഒരു ഇതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു സൂക്ഷ്മത കുറവാ സംസാരിച്ച വ്യക്തിക്ക് അവിടെ പറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് നമുക്കൊക്കെ സംഭവിക്കാം, അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം. പറയുന്ന ഏത് കാര്യത്തിലും എല്ലാത്തിനും 100% എല്ലാ ഭാഗം നോക്കി എല്ലാ ദിവസവും വായിച്ച് അതിന്റെ എല്ലാ ശരീരത്തിലും നോക്കിയിട്ടാവില്ല നമ്മളൊന്നും സംസാരിക്കുന്നത്. ഇതൊക്കെ സംസാരിക്കും, ഇതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പോകുന്നു. ഇതിലൊക്കെ ഒരു പക്ഷേ അബദ്ധങ്ങൾ സൂക്ഷ്മത കുറവൊക്കെ വരാം. ഒരാളുടെ ഇപ്പം എല്ലാ ഹദീസും എല്ലാവരും എപ്പോഴും വായിച്ച് മനസ്സിലാക്കും, അതെല്ലാം ഓർമ്മയിൽ നിന്നുകൊണ്ടൊന്നും ആവുന്നല്ലോ ഒരു വിഷയം സംസാരിക്കാം. എന്നാലും പൊതു സമൂഹത്തോട് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങേറ്റം സൂക്ഷ്മത ആവശ്യമാണ്. അള്ളാഹു മാപ്പ് നൽകുമാറാവട്ടെ. മാത്രമല്ല ഫൈസൽ മൗലവി അതവിടെ പറഞ്ഞ് ഒപ്പിച്ചെങ്കിലും അങ്ങനെ വേറെയും കുറെ പ്രസംഗങ്ങൾ കേട്ടു. ചില മൗലവിമാർ പറയുന്നു ബാങ്ക് മാത്രമാ സുന്നത്തെന്ന്, ചിലർ പറയുന്നുണ്ട് ബാങ്ക് ഇക്കാമത്താണ് സുന്നത്തെന്ന്, ചിലർ പറയുന്നത് രണ്ടും പാടില്ല ബിദ്അത്താണ്, ചിലർ പറയുന്നു രണ്ടും ആവാ സുന്നത്തൊന്നും അല്ല എന്നൊക്കെ. ഓരോ മൗലവിമാരും ഓരോ വിവരക്കേടാണ് പറയുന്നത്. മൗലവി നോക്കിയപ്പോ കിട്ടിയത് ബാങ്കും ഇക്കാമത്തും ഔട്ടാ. വേറൊരു മൗലവി കിതാബ് എടുത്തിട്ട് പ്രസംഗിക്കാൻ പോവുക. അയാൾക്കൊരു കിതാബിന്റെ കഷ്ണേ കിട്ടിയിട്ടുള്ളൂ, അക്കഷ്ണത്തില് ബാങ്ക് സുന്നത്താന്നുണ്ട്, ഇക്കാമത്ത് തെരഞ്ഞിട്ട് കാണാനില്ല. അപ്പൊ ചെങ്ങായി ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു ബാങ്ക് ഓക്കെ, ഈ ഇക്കാമത്തുണ്ടല്ലോ അത് ഡേഞ്ചറാണ്. പല ആളുകൾക്കുമുള്ള ഒരു സംശയം കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കാൻ അനുവാദമുണ്ടോ എന്നുള്ളതാണ്. മഹാനായ പണ്ഡിതൻ ഇമാം നവവി ഇവൽക്കൊരു ഇമാമ് മഹാനാകണമെങ്കിലുള്ള ക്വാളിറ്റി എന്താ അറിയോ? ഇവല് തലേന്ന് യോഗം കൂടി തീരുമാനിച്ചതിന് അനുകൂലമായിട്ട് ഏതെങ്കിലും ഒരു ഇമാമിന്റെ വരി കണ്ടാൽ അവിടെ ഇമാം അവർക്ക് മഹാനാണ്. എന്നാൽ ഇതേ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിന്റെ ജാറത്തിന്റെ ചാരത്തു ചെന്ന് അവിടത്തോട് സലാം പറഞ്ഞ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞ്, ഉമർ തങ്ങളോട് സലാം പറഞ്ഞ്, വീണ്ടും റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് ചേർന്നു നിന്ന് റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ നടത്താൻ പഠിപ്പിച്ച ഇമാമാണ്. അതുപോലെ തവസ്സുൽ നടത്താൻ പഠിപ്പിച്ച ഇമാമാണ്. വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച നേതാവാണ്, വിളിക്കാൻ പഠിപ്പിച്ച നേതാവാണ്. ഇത് പറയുമ്പോ വഹാബികള് പറയും ചുമ്മാ വിവരല്ല, പിഴവെല്ലാവർക്കും പറ്റൂലേ എന്ന് പറഞ്ഞ് അവിടെ വഹാബികൾ തോട്ടിലെറിയും അവരുടെ യുക്തിവാദത്തിനെതിരാണെങ്കിൽ. ഗ്രന്ഥമായ ഷറഹുൽ മുഹദ്ദബിൽ ഓർമ്മപ്പെടുത്തുന്നു, അസ്സുന്നത്തു അൻ യുഅ്ദിന ഫി ഉദിനിൽ മൗലൂദി, ജനിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കുക എന്നുള്ളത് സുന്നത്താക്കപ്പെടും. ഇയാൾക്ക് പറ്റിയ കുഴപ്പം ഒന്ന് ഇമാമിങ്ങളെ ഫിഖ് കിതാബ് അർത്ഥം വെച്ച് മതവിധി കണ്ടെത്താനുള്ള വിവരല്ല. രണ്ടാമത്തേത് കിട്ടിയ കിതാബിന്റെ അരക്കഷ്ണം നോക്കി അന്ന് പോയതാണ്, അതിൽ ബാങ്ക് കണ്ടതുമില്ല, ഇക്കാമത്ത് കണ്ടതുമില്ല. പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലത്തെ ചെവിയിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൂടി കൊടുക്കണം എന്നുള്ളത് പുരോഹിത സൃഷ്ടിയും ഇസ്ലാമിൽ ഇല്ലാത്തൊരു വിദഅത്തായ കാര്യം കൂടിയായിട്ടാണ് ഇസ്ലാമിക ചരിത്രം പരിചയപ്പെടുത്തുന്നത്. സനദില്ലെങ്കിൽ ആർക്കും എന്തും പറയാമല്ലോ മുസ്ലിമീങ്ങളെ. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറയാണ് വഹാബി തറവാട്ടിൽ ജനിച്ച ചെക്കനാ. ഓൻ പറയാണ് മൂല്യരെ പെണ്ണ് പടുത്ത് കെട്ടിയിട്ടുള്ളൂ, ഇക്കോലാണെങ്കിൽ ഇനിയിപ്പോ കുട്ടികളെ ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടേ എന്നുള്ള സംശയത്തില. വേറൊരുത്തം പ്രസവ വാർഡിൽ പെണ്ണുങ്ങളാക്കിയിരിക്കണ്. പെണ്ണുങ്ങൾ പറയുന്നത് ബാങ്കും ഇക്കാമത്തും കൊടുക്കണമെന്നാ, അമ്മോഷങ്ങൊക്കെ പറയുന്നത് രണ്ടും വേണ്ടാന്നാ, പുതിയാപ്പളുടെ അഭിപ്രായത്തിൽ ബാങ്ക് വേണം ഇക്കാമത്ത് വേണ്ടാന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സാറാമ സിസ്റ്റർ പതിവ് പോലെ ആ ഫാമിലിത്തെ കുട്ടിനെ എടുത്തിട്ട് ഈ മകന്റെയും ബാപ്പാന്റെയും കരുത്തേക്ക് വരൂലേ, ആ കുട്ടിന്റെ ചെവിട് കടിച്ചു പറിക്കൂലേ ഈ കുടുംബം? പ്രസവ വാർഡിലല്ലേ ഈ പ്രശ്നം കൊണ്ടുവന്നത്? അപ്പോൾ സത്യത്തില്
കാസർഗോഡ് മൗലവിക്കായിരുന്നു അന്ന് തെറ്റുപറ്റിയത്? അല്ല വഹാബികളുടെ തനി ആശയം അത് തന്നെയാണ്, ബാങ്ക് ഇഖാമത്ത് സുന്നത്തില്ല എന്ന ആശയക്കാരാണോ? എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് എന്നാണ്. കാരണം കാസർഗോഡ് പ്രസംഗിച്ച ആ മൗലവി ആദ്യമായിട്ടല്ല അങ്ങനെ പ്രസംഗിക്കാം. വേറെ മറ്റേ വഹാബികളുടെ നേതാക്കളായ നമ്മുടെ സക്കരിയ സ്വലാഹി ഉണ്ടല്ലോ, മൂപ്പര് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഭാഗം കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അതിൽ അദ്ദേഹം പറയുന്നത് ആ ഹദീസ് ദഈഫാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല എന്നൊക്കെയാണ് ആ മൗലവി പറഞ്ഞു വരുന്നത്. അപ്പോ വഹാബികളുടെ തനി ആശയം അത് തന്നെയാണ്. അവർക്കൊരു തീരുമാനമില്ല, പക്ഷെ ഈ ആശയം ഈ അടുത്തൊന്നുമല്ല, പണ്ടേ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ച, അതായത് ഒരു കുട്ടി ജനിച്ചാൽ ചെവിയിൽ ബാങ്ക് ഇഖാമത്ത് കൊടുക്കൽ സുന്നത്തില്ല എന്നും അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക വിരുദ്ധമായ അല്ലെങ്കിൽ ഇസ്ലാമിക ആശയത്തിനെതിരായ ഒരു ആശയം പ്രചരണം അവർ പണ്ട് നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ ആ ഹുസൈൻ സക്കരിയ സ്വലാഹിന്റെ പ്രസംഗ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് ബാക്കിയും കൂടി പറയാം. പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നത് സുന്നത്താണോ? അബ്ദുസത്താർ ഖത്തീഫ്. യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായത്, ആ ഹദീസുകളൊക്കെ ദുർബലാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹിഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട്, സുന്നത്ത് ഇഖാമത്തില്ല എന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല, ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല, ഒന്നുമില്ല. കുട്ടി ജനിച്ചാല് കുട്ടിക്ക് മധുരം തൊട്ടു കൊടുക്കലുണ്ട്, തഹനീക്ക് എന്ന് പറയും, തേനോ എന്തെങ്കിലും ഒന്ന്, അതുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ സുന്നത്ത് വയ്ക്കലുണ്ട്. സക്കരിയ സ്വലാഹിയുടെ ആ പ്രസംഗ ഭാഗം കേട്ടല്ലോ. അപ്പോൾ വഹാബികൾക്ക് ഇതിൽ ഒരു നിശ്ചയമില്ല. ഫൈസൽ മൗലവി ഒപ്പിക്കാൻ നോക്കി, പക്ഷെ അത് ഒക്കൂല. കാരണം ഓരോ മൗലവിമാരും ഓരോ വിവരക്കേട് ഓരോ വിധത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഒക്കെ ഫൈസൽ മൗലവി, അതിനൊരു അതൊക്കെ വേണം. അങ്ങനെ സക്കരിയ സ്വലാഹിയുടെ ആ പ്രസംഗം കേട്ടു. അപ്പോൾ വഹാബികൾക്ക് ഇതിലൊരു തീരുമാനമില്ല. എന്നാൽ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മൗലവിമാരോടല്ല കേട്ടോ, മൗലവിമാരോട് ചോദിച്ചാൽ ആകെ ചിലപ്പോൾ വഹാബികളിൽ ഇനി ഒരു ഗ്രൂപ്പ് ഉണ്ടാവാം. ചിലപ്പോൾ ചോദിച്ച വ്യക്തിയുടെ ആകെ മേക്കിട്ട് കയറും, ആകെ ദേഷ്യപ്പെടും. വഹാബികൾക്ക് ഈ ബാങ്ക് നിൽക്കാണ്ട് തന്നെ ആകെ കൽപ്പാവും. ആ ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവരുള്ളത്. ഒരു വഹാബി എങ്ങാനും ഒരു വഹാബി ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടി പ്രസവിച്ചു, അങ്ങനെ ഈ വഹാബി എന്താ കാട്ടാന്ന് ഉള്ള കാര്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ സംശയം ഒന്ന് തീർത്തു തന്നാൽ ഏതെങ്കിലും ഓരോ വഹാബി, മൗലവിമാരോട് ചോദിക്കണം എന്നില്ല കേട്ടോ, അവരോട് ചോദിച്ചാൽ ആകെ അടിയുണ്ടാവും. അതുകൊണ്ട് അണികളുണ്ടല്ലോ, അവരെന്താ ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞാൽ, എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അവർക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാലോ, നിങ്ങളിങ്ങനെ ചെയ്താൽ മതിയെന്ന്. അല്ലെങ്കിൽ ബാങ്കാ കൊടുക്കണ്ടേ. അങ്ങനെ ഒരു വഹാബി ഹോസ്പിറ്റലിൽ പ്രസവിച്ചു എന്ന് വെക്കാം, ആ വഹാബി എന്തായിരിക്കും കാട്ടുക? ഞാൻ കുറെ ആലോചിച്ചു, ഇതുവരെ ഒരു പിടുത്തം കിട്ടിയില്ല. ചിലപ്പോൾ ബാങ്ക് ഇഖാമത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാങ്ക് മാത്രം, അല്ലെങ്കിൽ ഇഖാമത്ത് മാത്രം, ചിലപ്പോൾ രണ്ടും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ ബാങ്ക് ഇഖാമത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ വഹാബി എന്താ കാട്ടായിരിക്കും? വഹാബികൾ വേറെ എന്തെങ്കിലും സുന്നത്ത് ഉണ്ടായിരിക്കും അല്ലേ? ഇസ്ലാമിന് ബന്ധമില്ലാതെ വേറെ എന്തെങ്കിലും സുന്നത്തൊക്കെ ഉണ്ടാവും വഹാബികൾക്ക്. അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ നിശ്ചയമൊന്നും എനിക്കില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ഈ സംശയം ഒന്ന് തീർത്ത് തന്നാൽ, അതായത് ഇനിയിപ്പോൾ നിങ്ങൾ വഹാബി മൗലവിമാർക്ക് വിളിച്ചെന്ന് കൂട്ടാം, ചിലപ്പോൾ അവരെന്താ പറയാന്ന് പറയാൻ പറ്റുമല്ലോ മനുഷ്യന്മാരെ. ചിലപ്പോൾ ആ കുട്ടിയുടെ ചെവിയൊക്കെ പറിച്ച് കയറാൻ പറയും, അത്രയ്ക്ക് ദേശത്തിലായിരിക്കും മൗലവിമാർ ഓരോരുത്തരും ഓരോ പൊട്ടത്തിനും പറഞ്ഞിട്ട് അവസാനം അണികൾ എന്താ ചെയ്യാൻ? ഇത്രയ്ക്കും വിഡ്ഢികളാണ് അണികൾ. നേതാക്കന്മാർ ഇന്നൊരു വിവരക്കേട് പറയും ഒരു മൗലവി, ചിലപ്പോൾ അതേ മൗലവി അതേ വിവരക്കേടിന് നാളെ മറുപടി പറയും. ചിലപ്പോൾ ഈ മൗലവി ഇന്ന് പറഞ്ഞ വിവരക്കേട് നാളെ വേറൊരു മൗലവി പറയും. ചിലപ്പോൾ രണ്ടിനും കൂടി ഒരു മൗലവി പറയും. അങ്ങനെ ഒരു വിവരക്കേട് നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് വഹാബികൾ. അപ്പോൾ വഹാബികളിൽ പെട്ടുപോയ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ വഹാബികൾ ഒരു ഹോസ്പിറ്റലിൽ പ്രസവിച്ചാൽ നിങ്ങൾ എന്താ കാട്ടലെന്ന് മാന്യമായിട്ട് കമൻറ്റിലൂടെ ഒന്ന് എന്നെ അറിയിച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ അല്ല നിങ്ങൾ സുന്നികളെ പോലെ ബാങ്കും ഇഖാമത്തും സുന്നത്താണ് എന്ന നിലയ്ക്ക് കുട്ടികളുടെ ചെവിയിൽ കൊടുക്കുന്നുണ്ടോ, എന്നാൽ അതും കൂടി നിങ്ങൾ അറിയിച്ചാൽ എന്നാൽ നമുക്കൊരു റാഹത്താണ്. അല്ലെങ്കിൽ വഹാബി എന്താ കാട്ടി കൂട്ടാന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തീരുമാനമില്ല. ഇനെങ്ങനെ വഹാബി എന്നോട് ചോദിച്ചാൽ ഞാനാകെ കുഴങ്ങും. അതുകൊണ്ട് ഞാൻ ഒരു വഹാബി എന്നോട് ചോദിച്ചാൽ ആ വഹാബിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മറുപടി നിങ്ങൾ ഈ വീഡിയോയിലൂടെ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിച്ചാൽ വളരെ സന്തോഷമെന്ന് സ്നേഹത്തോടെ എല്ലാ വഹാബികളോടും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.